മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് ആറാട്ടുപുഴ, തൃശ്ശൂര്, ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ചാലക്കുടിക്കടുത്തുള്ള സ്ഥലത്ത് മന്ദാരക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഹിന്ദുമത സമ്മേളനത്തിന് പോവുകയുണ്ടായി. ഒരു മെലിഞ്ഞ സ്വാമിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അസാമാന്യമാം വിധത്തില് ധന്യമായൊരു സമ്മേളനം. എനിക്ക് അവിടുത്തെ ക്ലാസ്സിന് ശേഷം എറണാകുളം SNDPയുടെ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. മൂവാറ്റുപുഴ ശ്രീനാരായണ ഗുരു പഠനവേദിയുടെ ഭാരതീയ പൈതൃക പഠന ക്ലാസ്, അതിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു, ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 15 പോയിന്റുകൾ പ്രിന്റഡ് നോട്ട് കൊടുത്തിട്ടാണ് പതിവ് പോലെ ക്ലാസ് എടുത്തത്. തിങ്ങി നിറഞ്ഞ സദസ്സ്, അടച്ച ആൾക്കാർ, നല്ല ഇത്. അതില് എടുത്തു പറയേണ്ടത് ശ്രീ ഭൂമാനന്ദ സ്വാമിയുടെ ക്ലാസ് ആയിരുന്നു. എണ്ണി എണ്ണി ഹിന്ദു ധർമ്മത്തിലുള്ള നെഗറ്റീവുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ നെഗറ്റീവുകൾ വിമർശനാത്മകമായിട്ട് എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ശരിക്ക് തിരുത്താൻ വേണ്ടി പറഞ്ഞതാ. വെടിക്കെട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എന്തിനാ വെടിക്കെട്ട്? കോടികൾ നശിപ്പിച്ച് ജനങ്ങൾ മരിച്ചപ്പോ ആരാണ് ഇതിന് ഉത്തരവാദി? ഈ വെടിക്കെട്ട് കാണാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കോടികൾ ചെലവഴിച്ചിട്ട് എന്തിനിത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു. ഇത് കുറെ ദീർഘിപ്പിച്ചിട്ടാ പറഞ്ഞു. ആനയെ കുറിച്ച് പറഞ്ഞു, തനി കാട്ടുമൃഗമാണ് അപ്പൊ ആന എന്ന് പറയുന്നത്. ആ കാട്ടുമൃഗം നാട്ടിൽ വന്ന് പ്രജനനം പോലും നടത്തില്ല. ഒരു കുട്ടിക്ക് ജന്മം നൽകുക പോലും ആന ചെയ്യില്ല. അത് കാട്ടിലുള്ളതിനെ കൂച്ചുവലങ്ങിട്ട് അടിച്ചു കൊന്ന് കുഴിമൂടിയിട്ട് ചങ്ങലക്കിട്ട് അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ പൈതൃകാണെന്ന് പറയുന്നത് എന്തിനാണപ്പാ ഇങ്ങനെ പറയുന്നത്? മാത്രമല്ല, ചിലപ്പോൾ ആനകൾ വേദന കൊണ്ടോ ശരീരസുഖം കൊണ്ടോ നടക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നഖത്തിന്റെ ഉള്ളിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന ഹീനമായ കൃത്യം വരെ ചെയ്യുന്ന പാപ്പാന്മാരും ഉടമസ്ഥന്മാരും ഉണ്ടമ്മ. എന്തിനതിനെ നരകയാതന അനുഭവിപ്പിക്കുന്നു? സുദീർഘമായിട്ട് പറഞ്ഞു. തൂക്കം നടത്തുന്നതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആ വാടകയ്ക്ക് 2500 രൂപ കൊടുത്തിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്ത് അതിലയാളെ തൂക്കുക, ഇതിൽ പുണ്യം കിട്ടുക അത്രേ. ആരാ പറഞ്ഞു ഇതിൽ പുണ്യം കിട്ടുന്ന? അങ്ങനെ പുണ്യം കിട്ടുകയാണെങ്കിൽ അമ്പലത്തിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തൂക്കിയാൽ പോരെ, എന്തിനാ വാടകയ്ക്ക് എടുത്ത ആളെ തൂക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെയും അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് ബ്രൗസ് ഊരാതെ അമ്പലത്തിൽ പോകാം, ആണുങ്ങൾക്ക് ഷർട്ട് ഇട്ടോട്ട് പോകാൻ പാടില്ല. ഇത് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനാ ശരീരവും കാണിച്ചുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് പോകുന്നത്? ശരീരം മറച്ചുകൊണ്ട് പോയാൽ എന്താ കുഴപ്പം? സ്ത്രീകൾക്ക് അതാകാമെങ്കിൽ പുരുഷന്മാർക്ക് അതായിക്കൂടെ? ഏത് തന്ത്രിയാ പറയുന്നത് അത് പാടില്ല എന്നുള്ളത്? അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി കയറി പറയേണ്ടായി. എന്നോട് പലരും പറഞ്ഞു അത് സ്വാമിയുടെ അഭിപ്രായമാണ്, അതിന് ഗോപാലകൃഷ്ണൻ ജസ്റ്റിഫൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചു സുഹൃത്തുക്കൾ. ശബരിമലയിലേക്ക് സ്ത്രീകളെ പോകുന്നതിനെ കുറിച്ച് വളരെ ശക്തമായ തിരക്കുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർ പോവുകയാണെങ്കിൽ ഒരു 3-4 ദിവസം സ്ത്രീകൾക്ക് ശുദ്ധമായ ശരീരം, ശുദ്ധമായ മനസ്സ്, ശുദ്ധമായിട്ടുള്ള ആഹാരം, ശുദ്ധമായിട്ടുള്ള വാക്കുകള്, കർമ്മം ചെയ്യുന്നവർക്ക് ഇത്രയും കണ്ടീഷനെ വെക്കാൻ പറ്റുള്ളൂ. ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ല. മാസത്തിൽ 2-3 ദിവസം സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കാം. പിന്നെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുള്ളൊരു വാദത്തിനൊന്നും അർത്ഥമില്ല. എല്ലായിടത്തും അയ്യപ്പനുണ്ട്. ആ അയ്യപ്പ വിഗ്രഹത്തിന് നൈഷ്ഠിക ബ്രഹ്മചര്യമോ, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്ക് ഞാൻ പറയാം, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പനെങ്കിൽ സ്ത്രീകളുടെ മുമ്പിൽ വരുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചര്യം കുറെ കൂടി ഉറക്കുക ചെയ്യണത്, കുറെ കൂടി ഉറക്കുക ചെയ്യണം, അല്ലാണ്ട് ലൂസാവുമല്ല ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യത്തിൽ മദ്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്തിനാ അമ്പലത്തിൽ മദ്യം കൊടുക്കുന്നത്? അതുകൊണ്ട് ആരാധ്യനായ പിണറായി വിജയൻ സാറിനോട് സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഭൂമാനന്ദ സ്വാമിയുടെ ആ പ്രഭാഷണം കിട്ടുകയാണെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടതാ. നല്ല കാവ്യ ഉടുത്ത ഭാഗവത സപ്താഹം വായിച്ച് അർത്ഥം പറഞ്ഞ് നമ്മുടെ പൈതൃകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും TV ചാനലുകളിലൂടെ ജനങ്ങൾക്ക് എത്തിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓരോ വർഷവും അതിബൃഹത്തായ ഗ്രന്ഥങ്ങൾ ആധികാരികമായിട്ട് എഴുതുന്ന അൾട്രാ മോഡേൺ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിവുള്ള ഭൂമാനന്ദ സ്വാമിയുടെ വരികൾ കേരള ജനതയ്ക്ക് മാർഗദർശകമാണെന്ന് എനിക്ക് തോന്നുന്നു.
ശരിക്ക് ഓരോ തിന്മകളെയും എണ്ണി എണ്ണി പറഞ്ഞ് അതിനെ വാദിക്കാനും ജയിക്കാനും ഉപയോഗിക്കാതെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ ഇവിടെ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ചത് ധർമ്മശാസ്ത്രമാണ്, സയൻസ് അല്ല, ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ശരിക്കും ആ സദസ്സിലുള്ളവരോട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ അപ്പാ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പാ? എനിക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ അന്ധമായിട്ട് ചിലതിനെ എതിർക്കാം. നമ്മളും ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നേ? മാറണ്ടേ? കാലത്തിനനുസരിച്ച് മാറണ്ടേ? ദേവൻ ദേവവാഹനത്തിൽ എഴുന്നള്ളൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ആ ദേവന്മാർക്ക് വാഹനം നമ്മുടെ പൂർവികർ കൊടുത്തിട്ടില്ലേ? ആന ഒരു ദേവന്റെയും വാഹനം അല്ലല്ലോ. ഇനി അഥവാ ഏതെങ്കിലും ദേവന്റെ വാഹനമാണെങ്കിൽ ദേവേന്ദ്രന്റെ വാഹനം എന്നാണ് പുരാണങ്ങളിൽ പറയുക. വേദത്തിലല്ല, പുരാണങ്ങളിൽ പറയുക. ആ ദേവേന്ദ്രന് ഏതെങ്കിലും അമ്പലമുണ്ടോ? ദേവേന്ദ്രൻ ഇല്ലാത്ത അമ്പലത്തിൽ വേണ്ടാത്ത വാഹനം ആനയെ എഴുന്നള്ളിച്ച് ഗുരുവായൂരപ്പൻ ആനയിൽ കയറുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇത് മനുഷ്യന്റെ തോന്നിവാസമല്ലേ? എന്ത് ഭംഗിയായിട്ടാണ് ഭൂമാനന്ദ സ്വാമി അത് പറഞ്ഞത്. ഒരു കാവി ഉടുത്ത് പാണ്ഡിത്യത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ ഒരു പ്രഗത്ഭനായ വ്യക്തി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച ആ വീക്ഷണം നമുക്ക് പാലിക്കണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കാത്തത് നമ്മൾ ചെയ്യരുത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കാത്തത് ചെയ്യരുത്. ആചാരങ്ങളുടെ ലംഘനം വരുന്നു എന്ന് പറയുമ്പോൾ ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നന്മ നിറഞ്ഞ രീതിയിൽ, പക്ഷെ അദ്ദേഹം ശക്തിയുക്തം എതിർത്തു. ഹിന്ദുക്കളുടെ കാര്യത്തിൽ കോടതി ഇടപെടേണ്ട കാര്യമില്ല. അത് ആചാരങ്ങളെ വിലയിരുത്തേണ്ടത് കോടതിയല്ല, ഭരണഘടനയല്ല ആചാരങ്ങളെ വിലയിരുത്തേണ്ടത്. ആചാരങ്ങളെ വിലയിരുത്തേണ്ടതും വേണ്ടതും ഉപദേശിക്കേണ്ടതും ആചാര്യന്മാരാണ്. അതുകൊണ്ട് കോടതിയിൽ ചെന്ന് കോടതി വിധി നേടിയിട്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കരുത്. ഞാൻ സുപ്രീം കോടതിയിലേക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ. അത് സുപ്രീം കോടതി അല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ആചാര്യന്മാരാണ്. ഇത്രയും ധന്യമായിട്ടുള്ള ഒരു പ്രഭാഷണം സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ എനിക്ക് ആവേശകരമായി തോന്നി. ഒരു വരി പോലും അദ്ദേഹം യോജിക്കാത്തത് പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ എന്നും ഓർമ്മിക്കാം, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ധർമ്മം പഠിക്കുക. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിക്കാം. ഏത് യുക്തിവാദികളും ഇത് വിമർശിക്കട്ടെ, ഏത് നിരീശ്വരവാദികളും വിമർശിക്കട്ടെ. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് പോകും. അപ്പോ നമ്മൾ ഈ തിന്മകൾക്കും ദുരാചാരങ്ങൾക്കും കാരണമാവരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കാം, ഞാൻ ഉത്തരം പറയാം. പഠിക്കാതെയല്ല ഉത്തരം പറയുന്നത്. ഞാനൊരു ഇപ്പൊ ഇവിടെ ഉള്ള യുക്തിവാദിയുടെ രീതിയിൽ ജീവിക്കുന്ന ആളല്ല, നിരീശ്വരവാദിയല്ല. സ്വാമി ഭൂമാനന്ദ അദ്ദേഹത്തിനെ വിളിക്കാം. ധാരാളം ആചാര്യന്മാര് ഹിന്ദു ധർമ്മത്തിന് നവോത്ഥാനം സന്ദേശം കൊടുക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. നിങ്ങൾ സഹകരിക്കുക, അമൃതാനന്ദമയുടെ കൂട്ടത്തിൽ സഹകരിക്കുക. യോജിക്കാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും യോജിക്കാം. സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാം. വെറും ഭജന മാത്രമായിട്ട് ജീവിതം നശിപ്പിക്കാതിരിക്കാം. ഭജന വേണം. ഭജനയ്ക്കല്ല ഹിന്ദു ധർമ്മം. അടിച്ച് പൊളിച്ച് തകർത്ത് കുറേ ഒച്ചയെടുത്തിട്ട് നടത്തുന്ന ഭജനയല്ല നമ്മുടെ ഭജന. ഭജിക്കലാണ്. ഭജന പോലും സൈലന്റ് ആയിട്ടാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അർത്ഥം അറിഞ്ഞുകൊണ്ട്, വ്യാപ്തി അറിഞ്ഞുകൊണ്ട്, ഇന്നലെ തൃക്കൊടിത്താനം അമ്പലത്തിൽ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനം കഴിഞ്ഞ് അവര് വന്നിരിക്കുകയായിരുന്നു ക്ലാസ്സിന്. ഒരാള് വാച്ച് നോക്കുകയോ വർക്കിംഗ് ഡേ ആയി ഇന്നലെ കണ്ണടയ്ക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല. പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് കുട്ടികൾ ഉൾപ്പെടെ സദസ്സിൽ തിങ്ങി നിറഞ്ഞ സദസ്സ്. ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു ധാരാളം എന്ന് പറയുന്നത് കേട്ടു. ഏതായാലും പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ പഠിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ പഠിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ലോകത്തിന്റെ മുമ്പിൽ തെറ്റായിട്ടുള്ളത് പറഞ്ഞു കൊടുത്താൽ അതും അവർ സ്വീകരിക്കും. ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഈ 6 എണ്ണത്തിന് നന്മ വരുത്തുന്നതല്ലാതെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ആന പറഞ്ഞിട്ടില്ല,
വെടിക്കെട്ട് പറഞ്ഞിട്ടില്ല, നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല, കോഴി അറക്കൽ പറഞ്ഞിട്ടില്ല. ഭൂമാനന്ദ സ്വാമി എടുത്തു പറഞ്ഞത് ആ കോഴിയെ അറക്കുക എന്ന നീചകർമ്മം, നികൃഷ്ടകർമ്മം നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷേ അതിനെ ഓർമ്മിപ്പിക്കാൻ പാകത്തിന് ഇപ്പോഴും കൊടുങ്ങല്ലൂര് ആ കോഴിക്കല്ല് പൂജിക്കുക. ഒരു നീചകർമ്മം മറക്കുകയല്ലേ വേണ്ടേ അപ്പ? പിന്നെയും അത് ഓർമ്മിപ്പിക്കാൻ ആ കോഴിക്കല്ല് എന്തിനാ പൂജിക്കുന്നത്? എന്ത് ഭംഗിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഓരോരുത്തരും, അതുകൊണ്ട് എല്ലാത്തിനെയും നിരാകരിക്കണം എന്നല്ല, ഈവൻ അനാചാരത്തെ പോലും സദാചാരമാക്കി മാറ്റാൻ പറ്റും. അതാണ് നമ്മുടെ ആചാരത്തിന്റെ പ്രത്യേകത. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നന്മയിലേക്ക് ആക്കാൻ സാധിക്കും. എന്തായാലും ആ ഹിന്ദുമത സമ്മേളനം ഗംഭീരമായിട്ട് നടന്നു. ഞാനും അവരോട് പറഞ്ഞു, ഈ ശബരിമലയിലും ഗുരുവായൂരിലും മറ്റെല്ലാ സ്ഥലത്തേക്കും നിങ്ങൾ പോകണം, നല്ല രീതിയിൽ തൊഴണം. 20 രൂപയിൽ കൂടുതൽ അവിടെ ഭണ്ഡാരത്തിലിടരുത്. ഒരു പാക്കറ്റ് അരവണ വാങ്ങിക്കണം, ഒരു പാക്കറ്റ് അപ്പം വാങ്ങിക്കണം, അതിൽ കൂടുതൽ വാങ്ങിക്കരുത്. ആ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയക്കാരായ ഉദ്യോഗസ്ഥര് അവരെത്ര നല്ലവരാണെങ്കിലും നല്ലവരല്ലെങ്കിലും ശരി, അവരുടെ എയർ കണ്ടീഷനിലുള്ള വണ്ടിയിലുള്ള യാത്ര, അവരുടെ ഫ്ലൈറ്റ് ചാർജ്, അവരുടെ 5 സ്റ്റാർ ഹോട്ടലിലെ താമസം, അവർ കഴിക്കുന്ന ഭക്ഷണം, ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ എന്തൊക്കെ ആയാലും അതെല്ലാം നിങ്ങളുടെ വഴിപാട് കൊണ്ടാണ്, നിങ്ങളുടെ വഴിപാടിന്റെ പൈസ കൊണ്ടാണ് അവർ കഴിക്കുന്നതെന്ന് ഓർമ്മിക്കാം. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് പൈസ കൂടുതൽ ഇടണ്ട. ഹിന്ദു മത സമ്മേളനത്തിനും ഹിന്ദുക്കൾ നടത്തുന്ന അനാഥരുടെയും വൃദ്ധരുടെയും രോഗികളുടെയും വിശക്കുന്നവരുടെയും സ്ഥാപനങ്ങൾക്കും കൊടുക്കാം. ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ സങ്കുചിതമായ മനോഭാവത്തോടു കൂടി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു എന്ന് ധരിക്കരുത്. ഞാൻ ഈ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയാണ്. 69,000 കോടി രൂപയാണ് കണക്കോടുകൂടി മതപരിവർത്തനം നടത്താൻ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ വരുന്നത്. ശരിക്ക് ഓരോ പള്ളിയിലും 8 കോടി 10 കോടിയാണ് വരുന്നത്. ഇത്രയും കോടി രൂപ ക്രിസ്ത്യാനികൾക്ക് വരുന്നുണ്ട്. എത്ര കോടിയാ മുസ്ലിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തവും ഇല്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരവരുടെ മതത്തിന് വേണ്ടി ഭംഗിയായിട്ട് അത് ഉപയോഗിക്കുന്നു. ഹിന്ദുക്കൾക്ക് ഒരു സ്ഥലത്തു നിന്നും വരാനില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസ അത് ഹൈന്ദവ ജനതയില് വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും എത്തണം. അവരുടെ കൂട്ടത്തില്, ഈ വേദനിക്കുന്നവരുടെയും വിശക്കുന്നവരുടെയും അനാഥരുടെയും കൂട്ടത്തില് ക്രിസ്ത്യാനിയും മുസ്ലിമും പെടുന്നു ആ സദസ്സിലെങ്കിൽ, ആ ഗ്രൂപ്പിൽ അവരുണ്ടെങ്കിൽ അവർക്കും ഒരു വിവേചനവും ഇല്ലാതെ അവർക്കും കൊടുക്കണം. നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ, ജനസേവ, ജനാർദ്ദന സേവ. നമ്മുടെ ക്ഷേത്രങ്ങൾ വളർത്താൻ നമ്മളേ ഉള്ളൂ. നമ്മുടെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും വളർത്താൻ നമ്മളേ ഉള്ളൂ. നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ നമുക്കൊരു പോപ്പോ ബിഷപ്പോ മെത്രാനോ കന്യാസ്ത്രീകളോ അച്ഛന്മാരോ ഇല്ല, നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി ഹൈന്ദവ ജനതയെ തുറന്ന മനസ്സോടുകൂടി സഹായിക്കുക. ആ ഹൈന്ദവ ജനതയുടെ ആ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഉണ്ടെങ്കിൽ ഒരു വിവേചനവും ഇല്ലാതെ അവരെയും സഹായിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ഉദാഹരണവും പറഞ്ഞു. അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബൗണ്ടറിയിൽ ഒരു അമ്പലത്തില് ഞാൻ പ്രഭാഷണത്തിന് പോയിരുന്നു. ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിയതിന്റെ മുമ്പിലത്തെ ദിവസം അവിടെ ഭാഗവത സപ്താഹമൊക്കെ നടക്കുകയാണ്. ചുറ്റും മുസ്ലിങ്ങളാണ് ഈ അമ്പലത്തില്. അപ്പോ തലേ ദിവസം, എൻ്റെ പ്രഭാഷണത്തിന്റെ തലേ ദിവസം തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു മുസ്ലിം പയ്യനും എൻ്റെ അമ്മയും അച്ഛനും ഈ അമ്പലത്തിൽ വന്നു. ഭാഗവത സപ്താഹം നടക്കുന്നു, ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് സംശയം തോന്നി, ഈ പർദ്ദയിട്ട ഈ സ്ത്രീയും ഈ മുസ്ലിമും എന്തിനാ വന്നത്, എന്താ വേണ്ടത് ചോദിച്ചു. നാളെ എൻ്റെ മകന്റെ ഓപ്പറേഷനാണ്, എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാനാണ്. അവിടെ കൂടിയിരുന്നവര് എല്ലാവരും ചേർന്ന്, പിന്നെ അന്നത്തെ അമ്പലത്തിലെ വരവും ആ ഭാഗവതം വായിക്കുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ കയ്യിലുള്ള പൈസ എടുത്ത് 16,000 രൂപ ഓൺ ദ സ്പോട്ട് ആ മുസ്ലിം പയ്യന് കൊടുത്തു. അവര് തൊഴുത്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാണ്ട് നാളെ ഓപ്പറേഷന് പോകുന്നത്, എന്തായാലും ഇത് വലിയൊരു അനുഗ്രഹമായി എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ തന്നെ എൻ്റെ രോമം എഴുന്നേൽക്കുന്ന വിധത്തിലുള്ള സന്തോഷം തോന്നി. അങ്ങനെയുള്ള മനസ്സ് നമുക്കുണ്ടാവും. ഹിന്ദുവിനെ മാത്രമേ സഹായിക്കുള്ളൂ എന്നല്ല, ഹിന്ദുവിന് വേറെ ആരും കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഹിന്ദുവിനെ ഫോക്കസ് ചെയ്യണം. അക്കൂട്ടത്തിൽ വേദനിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മുഖം തിരിഞ്ഞ് അവനെ മതം മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കാനോ ചെയ്യരുത്. അപ്പൊ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ഇതൊക്കെ ആകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.